എൻ്റെ പേര് രാകേഷ് കുമാർ. എസ്റ്റീം ട്യൂഷൻസ് ക്ലാസ് 8ലെ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എക്സസൈസ് 2.4ലെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി ശ്രദ്ധിച്ചോളൂ. ഹസൻ ബൈസ് 2 kinds ഓഫ് ക്ലോത്ത് മെറ്റീരിയൽ ഫോർ സ്കൂൾ യൂണിഫോം. ഹസൻ 2 ടൈപ്പ് ക്ലോത്ത് മെറ്റീരിയൽ സ്കൂൾ യൂണിഫോമിന് വേണ്ടി വാങ്ങിച്ചു. അതെന്തൊക്കെയായിരുന്നു? ഷർട്ട് മെറ്റീരിയൽ ദറ്റ് കോസ്റ്റ് ഹിം ₹50 per meter and trouser material that cost him ₹90 per meter. ഷർട്ട് മെറ്റീരിയലാണ്, അത് 1 മീറ്ററിന് 50 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസും. അതുപോലെ ട്രൗസർ മെറ്റീരിയൽ അത് 90 രൂപയാണ് 1 മീറ്ററിൻ്റെ അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. പിന്നെ ഒരു അടുത്ത സെൻറ്റൻസിൽ പറയുന്നത് ഫോർ എവറി 2 meter ട്രൗസർ മെറ്റീരിയൽ ഹി ബൈസ് 3 meter ഷർട്ട് മെറ്റീരിയൽ. അതായത് ഫോർ എവറി 2 meter ട്രൗസർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 2 meter ട്രൗസർ മെറ്റീരിയലിന് അയാൾ വാങ്ങിക്കുന്നത് 3 meter ഷർട്ട് മെറ്റീരിയലാണ്. അതവിടെ ഒരു റേഷ്യോ പോലെയാണ്. അതായത് റേഷ്യോ എന്ന് പറയുമ്പോൾ ഷർട്ട് മെറ്റീരിയൽ 3 meter വാങ്ങിക്കുമ്പോൾ ട്രൗസർ മെറ്റീരിയൽ 2 meter വാങ്ങിക്കും, അതാണ് അർത്ഥം. ഹി സെൽസ് ദ മെറ്റീരിയൽ അറ്റ് 12% ആൻഡ് 10% പ്രോഫിറ്റ് റെസ്പെക്റ്റീവ്ലി. അയാൾ ആ മെറ്റീരിയൽ വിൽക്കുന്നത് 12% പ്രോഫിറ്റിലാണ്. എന്ത്? ആദ്യത്തെ ഷർട്ടും ആൻഡ് 10% പ്രോഫിറ്റ് അത് ട്രൗസറുമാണ്. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ രണ്ടും. ആദ്യത്തെ ഷർട്ടാണ് 12% പ്രോഫിറ്റിൽ സെയിൽ ചെയ്യുന്നു. അതുപോലെ 10% പ്രോഫിറ്റിൽ ട്രൗസർ സെയിൽ ചെയ്യുന്നു. ഹിസ് ടോട്ടൽ സെയിൽസ് ഈസ് ₹36,600. അയാളുടെ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എത്ര എമൗണ്ട്? 36,600. ഹൗ മച്ച് ട്രൗസർ ഡിഡ് ഹി ബൈ? അങ്ങനെയാണെങ്കിൽ എത്ര മീറ്റർ ട്രൗസറാണ് അയാൾ വാങ്ങിച്ചത്? ഇതാണ് ട്രൗസറിൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ട്രൗസറിൻ്റെ മാത്രം ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ ജോലി സൊല്യൂഷനിൽ കോസ്റ്റ് ഓഫ് 1 meter ഷർട്ട് മെറ്റീരിയൽ ദറ്റ് കോസ്റ്റ് ഹിം ₹50 per meter എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 meter ഷർട്ടിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്താണ്? ആദ്യം അതാണ് സ്റ്റെപ്പ്. കോസ്റ്റ് ഓഫ് 1 meter ഷർട്ട് മെറ്റീരിയൽ എത്രയാണ്? ₹50. അപ്പോൾ അടുത്ത എന്താ? കോസ്റ്റ് ഓഫ് 1 meter ട്രൗസർ മെറ്റീരിയൽ എന്താ? ₹90. അത് രണ്ടും എഴുതി. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 1 meter ക്ലോത്തിൻ്റെ ഷർട്ടിൻ്റെ കോസ്റ്റ് പ്രൈസും 1 meter ട്രൗസറിൻ്റെ കോസ്റ്റ് പ്രൈസും എന്താണെന്നാണ് ആദ്യം എഴുതിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു റേഷ്യോ പോലെ തന്നിരിക്കുന്നത്. ഫോർ എവറി 2 meter ട്രൗസർ മെറ്റീരിയൽ ഹി ബൈസ് 3 meter ഷർട്ട് മെറ്റീരിയൽ. അതായത് 2 meter ട്രൗസർ മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ അയാൾ 3 meter ഷർട്ട് മെറ്റീരിയലും കൂടി വാങ്ങിക്കും. അത് റേഷ്യോ പോലെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷർട്ടിനെ നമുക്ക് എന്ത് കൊടുക്കാം? 3x കൊണ്ട് കൊടുക്കാം. 3 meter ആണ് ഷർട്ട് മെറ്റീരിയൽ. അപ്പോൾ ലെറ്റ് ഷർട്ട് മെറ്റീരിയൽ ബി 3x കൊണ്ട് കൊടുക്കാം. അപ്പോൾ ട്രൗസർ മെറ്റീരിയൽ എന്ത് കൊടുക്കാം? 2x കൊടുക്കാം. അപ്പോൾ ഇവിടെ ലെറ്റ് കൊടുക്കുന്നത് ഈ റേഷ്യോനെ ബേസ് ചെയ്തിട്ടാണ്. ഷർട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നതിന് നമുക്ക് 3x മീറ്ററും കൊടുക്കാം, ട്രൗസർ മെറ്റീരിയലിന് 2x മീറ്ററും കൊടുക്കാം. ഇനി ഇത് മനസ്സിലായെങ്കിൽ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഷർട്ട് മെറ്റീരിയൽ 3x മീറ്ററാണ്, 1 മീറ്ററിന് 50 ആണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? 3x × 50. എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ 5 meter ക്ലോത്ത് വാങ്ങിക്കുന്നു. 1 മീറ്ററിന് 50 ആണെങ്കിൽ ഞാൻ എത്ര പൈസ കൊടുക്കേണ്ടി വരും കടക്കാരൻ? എൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? 5 × 50 ദറ്റ് ഈസ് 250. അതേപോലെ തന്നെയാണ് ഷർട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് 3x മീറ്ററാണ്. 1 മീറ്ററിന് 50 രൂപയെങ്കിൽ അതിൻ്റെ കോസ്റ്റ് പ്രൈസ് ഓഫ് ഷർട്ട് എന്തായിരിക്കും? 3x × 50. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ഷർട്ട് എന്ന് പറയുന്നത് 1 മീറ്റർ, നമ്മൾ 1 മീറ്ററിന് 50 ആണെങ്കിൽ 3 മീറ്ററിന് എന്താ വരിക? 3 × 50 ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ഷർട്ട് മെറ്റീരിയൽ 3x ആണ്, അത് 1 meter 50 ആണെങ്കിൽ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ഷർട്ട് മെറ്റീരിയൽ എന്തായിരിക്കും? 3x × 50 ദറ്റ് ഈസ് ₹150x. നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം ഇവിടെ നമ്മൾ 7th പഠിച്ച കാര്യമാണ്. സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ്, ആ കാര്യമാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് കണക്ക്. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ട്രൗസർ കണ്ടുപിടിക്കണം. നമ്മൾ ട്രൗസർ മെറ്റീരിയൽ 2x മീറ്ററാണ്, 1 മീറ്ററിന് 90 ആണ്. അപ്പോൾ ഇത്രയും മീറ്ററിന് എന്താ ചെയ്യുക? ഇൻറ്റു ചെയ്യും. 2x × ₹90. അതാണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ട്രൗസർ എന്ന് പറയുന്നത്. 2x × 90 ദറ്റ് ഈസ് ₹180x. ഇത്രയും ഭാഗം ആദ്യം മനസ്സിലാക്കുക. കോസ്റ്റ് പ്രൈസ് ഓഫ്
1 മീറ്റർ നമുക്കറിയാം. അപ്പോൾ ഇത്ര മീറ്റർ നമ്മൾ വാങ്ങിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇതിലില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ഷർട്ടും കണ്ടുപിടിച്ചു, ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ട്രൗസറും കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ്? സെല്ലിംഗ് പ്രൈസ് നമുക്കറിയാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് ആണെങ്കിൽ പ്ലസ് പ്രോഫിറ്റും ലോസ് ആണെങ്കിൽ മൈനസ് ലോസും ആയിരിക്കും. കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ്. അതേപോലെ തന്നെയാണ് ലോസ് ആണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ് എന്ന് വരും. പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ ഭാഗം മനസ്സിലാക്കുക. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് മെറ്റീരിയൽ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ₹150X ആണ്. പ്ലസ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര പറഞ്ഞിരിക്കുന്നത്? 12% ആണ് ഷർട്ടിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ 12% ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയാലും ലോസ് പെർസെൻറ്റേജ് ആയാലും ലോസ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി, എന്താ കണ്ടുപിടിച്ചിട്ടുണ്ട്? 3x × 50 ₹150X ആണ്. പ്ലസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന എന്താ? ഷർട്ടിന് എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ് പറഞ്ഞിരിക്കുന്നത്? 12%. അപ്പോൾ 12% ഓഫ് കോസ്റ്റ് പ്രൈസ്, ദറ്റ് ഈസ് 150X പ്ലസ് 12% പറയുമ്പോൾ നമ്മളെങ്ങനെ എഴുതുക? 12/100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് 150X. 150Xൻ്റെ 12%. അപ്പോൾ എന്താ വരിക? 12/100 ഇൻറ്റു 150 എഴുതി. ഇനി എങ്ങനെ ചെയ്യാം? 0 ക്യാൻസൽ ചെയ്തു. 10 5 2 ടൈംസ്, 15 5 3 ടൈംസ്, പിന്നെ 2 12 6 ടൈംസ്. 6 ഇൻറ്റു താഴത്തെല്ലാം ക്യാൻസൽ ചെയ്തു. 6 × 3 എത്രയാണ്? 6 × 3x 18x. അപ്പോൾ 150X പ്ലസ് 18X എന്ന് പറയുന്നതാണ് ₹168X. അതാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് മെറ്റീരിയൽ. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് മെറ്റീരിയൽ നമുക്ക് കിട്ടി. എങ്ങനെ കിട്ടി? സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണമെങ്കിൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എപ്പോഴും കാണുന്ന ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിൻ്റെ പെർസെൻറ്റേജ് കോസ്റ്റ് പ്രൈസിൻ്റെ 12% ആണ് കാണുന്നത്, അല്ലാണ്ട് സെല്ലിംഗ് പ്രൈസിൻ്റെ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോഫിറ്റ് എപ്പോഴും കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ എത്രയാണോ പെർസെൻറ്റേജ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് മെറ്റീരിയൽ കിട്ടി. ഇനി അടുത്ത ജോലി എന്താ? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ട്രൗസർ മെറ്റീരിയൽ. ട്രൗസർ മെറ്റീരിയലിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് 10% ആണ്. അവിടെയും ടോട്ടൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ട്രൗസർ എന്താ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്? എത്രയാണ്? 180X പ്ലസ് അതിൻ്റെ പ്രോഫിറ്റ് എത്ര പറഞ്ഞിരിക്കുന്നത്? 10% ഓഫ് എന്ത് കാണണം? പ്രോഫിറ്റ് കാണണം. 10% ഓഫ് കോസ്റ്റ് പ്രൈസ്. എപ്പോഴും പ്രോഫിറ്റ് കാണണമെങ്കിൽ അത് കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണോ അത് കോസ്റ്റ് പ്രൈസിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് പ്രൈസ് ഓഫ് എത്ര പെർസെൻറ്റേജ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 180X പ്ലസ് 10% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. എന്താണ് 10% ഓഫ് കോസ്റ്റ് പ്രൈസ്? നന്നായിട്ട് മനസ്സിലാക്കണം. 180X പ്ലസ് 10% പറയുമ്പോൾ 10/100 ഇൻറ്റു 180X തന്നെയാണ്. കോസ്റ്റ് പ്രൈസ് 180X അല്ല ട്രൗസറിൻ്റെ. അപ്പോൾ 180X. ഇവിടെ 0 ക്യാൻസൽ ചെയ്തു. ഈ 0 ക്യാൻസൽ ചെയ്തു. 180X പ്ലസ് ബാക്കി ഇവിടെ എന്താ ഉള്ളത്? ക്യാൻസൽ ചെയ്ത ശേഷം 18X. അപ്പോൾ 180X പ്ലസ് 18X കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ₹198X ആണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ട്രൗസർ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചു, സെല്ലിംഗ് പ്രൈസും കണ്ടുപിടിച്ചു, ഓരോ മെറ്റീരിയലിനെയും കണ്ടുപിടിച്ചു. ഇനി ക്വസ്റ്റ്യനിൽ ഒരു കാര്യം തന്നിരിക്കുന്നത് നോക്കിക്കോളൂ. ഹിസ് ടോട്ടൽ സെയിൽസ് ഈസ് 36,600. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സെയിൽ നടന്നിരിക്കുന്നത്? ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് പ്ലസ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ട്രൗസർ എന്ന് പറയുന്നതാണ് ഈ 36,600 എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 36,600 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എന്താ?
ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് 168x പ്ലസ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ട്രൗസർ എന്ന് പറയുന്നത് 198x ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന അതാണ് ടോട്ടൽ എന്ന് പറയുന്ന ടോട്ടൽ സെയിൽസ് 36,600. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 366x കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 36,600. അങ്ങനെയാണെങ്കിൽ എക്സ് ഇവിടെ നിർത്തുമ്പോൾ ഇത് ഇൻറ്റു ആണ്, അത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. 36,600 ഡിവൈഡഡ് ബൈ 366. അപ്പോൾ എത്ര കിട്ടി? 100 കിട്ടി. അപ്പോൾ എക്സ് 100 കിട്ടി. എക്സ് 100 ആണെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ട്രൗസർ. ഹൗ മച്ച് ട്രൗസർ ഡിഡ് ഹി ബൈ ആണ്. ട്രൗസറിൻ്റെ റേഷ്യോ എന്തായിരുന്നു ഇവിടെ? ട്രൗസറിൻ്റെ റേഷ്യോ എന്താണ്? 2x മീറ്റർ ആണ്. ട്രൗസറിൻ്റെ റേഷ്യോ, ട്രൗസർ എത്ര വാങ്ങിച്ചിരിക്കുന്നത്? 2x മീറ്റർ ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടി 100. അപ്പോൾ ലെങ്ത് ഓഫ് ട്രൗസർ മെറ്റീരിയൽ 2x ആണ്. ദറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. ദറ്റ് ഈസ് 200 മീറ്റർ ആണ് ട്രൗസർ. അഥവാ അവർ ഷർട്ടിൻ്റെയും കൂടി ചോദിക്കുകയാണെങ്കിൽ 3x ആയിരിക്കും. ദറ്റ് ഈസ് 3 ഇൻറ്റു 100 300 മീറ്റർ ആയിരിക്കും. ഇവിടെ ട്രൗസറിൻ്റെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. ആദ്യം മുതൽ ഇവിടെ 1 മീറ്റർ ഷർട്ട് മെറ്റീരിയൽ തന്നിട്ടുണ്ട് ₹50. അങ്ങനെയാണെങ്കിൽ ഇത്രയും മീറ്ററിന് എന്തായിരിക്കും കോസ്റ്റ് പ്രൈസ്? 3x ഇൻറ്റു 50. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ഷർട്ട് കിട്ടി. അതുപോലെ 1 മീറ്റർ ഓഫ് ട്രൗസർ മെറ്റീരിയൽ 90 ആണെങ്കിൽ ഇത്രയും മീറ്റർ ട്രൗസറിന് എന്താ ചെയ്യുക? ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2x ഇൻറ്റു 90. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഓഫ് ഷർട്ടും കിട്ടി, ട്രൗസറും കിട്ടി. അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ കോസ്റ്റ് പ്രൈസും പ്ലസ് ആ ഷർട്ടിൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കുക. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് ചെയ്താലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും കോസ്റ്റ് പ്രൈസിൻ്റെ ആ പെർസെൻറ്റേജ് കണ്ടാലേ കിട്ടുള്ളൂ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമുക്കറിയാം 150x ആണ്. അതിൻ്റെ 12% ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 18x കിട്ടി. ദറ്റ് ഈസ് 150x പ്ലസ് 18x 168x കിട്ടി. അതാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് മെറ്റീരിയൽ. അതേപോലെ തന്നെയാണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ട്രൗസർ മെറ്റീരിയൽ. ട്രൗസറിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 180x ആണ്. ആ 180xൻ്റെ 10% എന്ന് പറയുന്നതാണ് പ്രോഫിറ്റും വരിക. അപ്പോൾ 180xും പ്ലസ് 10% ഓഫ് 180x എന്ന് പറയുന്നത് എന്ത് കിട്ടി? 18x കിട്ടി. അത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ട്രൗസർ മെറ്റീരിയൽ കിട്ടി ₹198x. ഇനി ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്. ഈ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് പ്ലസ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ട്രൗസർ എന്ന് പറയുന്നതാണ് ഈ 36,600. അത് നമുക്കറിയാം. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് എന്ന് പറഞ്ഞാൽ 168xും ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ട്രൗസർ 198xും ഈക്വൽ ടു എന്ന് പറയുന്നതാണ് 36,600 എങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 366x കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു 366 അങ്ങോട്ട് പോകുമ്പോൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ നമുക്ക് 100 കിട്ടും എക്സ്. ഇവർ ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് ട്രൗസർ മെറ്റീരിയലാണ്. ലെങ്ത് ഓഫ് ട്രൗസർ മെറ്റീരിയൽ നമ്മൾ ലെറ്റ് കൊടുത്തിരിക്കുന്ന ട്രൗസറിന് 2x ആണ്. ദറ്റ് ഈസ് 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 100 ദറ്റ് ഈസ് 200 മീറ്റർ. നന്നായിട്ട് മനസ്സിലാക്കി പോസ് ചെയ്ത് ചെയ്യുക. ഞാൻ ഓരോന്നും 2 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫോർമുല നന്നായിട്ട് അറിയണം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണോ അതാണ് പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ, ഇത് നന്നായിട്ട് മനസ്സിലാക്കാം. മനസ്സിലാക്കി പോസ് ചെയ്ത് വൃത്തിയായിട്ട് എഴുതാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. Thank you very much.